ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളൊരു യാത്ര പോവുകയാണ്. പത്തനംതിട്ടയ്ക്കാണ് കേട്ടോ യാത്ര. ഒരുപാടെന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി. ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങുവാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയായിട്ടാണ് പോകുന്നത്. നമ്മൾ മണിയാർ ചെന്നിട്ടാണ് കേട്ടോ പത്തനംതിട്ടയ്ക്ക് പോകുന്നത്. നമ്മൾ കട്ടച്ചിറയിൽ നിന്ന് മണിയാർ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 കിലോമീറ്റർ വനമാണ് കേട്ടോ. 7 കിലോമീറ്റർ വനത്തിൽ കൂടെ പോയിട്ട് വേണം നമുക്ക് മണിയാർ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വൈകിട്ട് 4 മണിയൊക്കെ ആയ സമയമാണ് കേട്ടോ. ചെറിയൊരു മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാലും പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മണിയാർ എത്തിയിട്ടുണ്ട്. മണിയാർ എന്നിട്ട് നേരെ വടശ്ശേരിക്കര, പിന്നെ പത്തനംതിട്ട. അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോകണം കേട്ടോ. കറക്റ്റായിട്ട് വഴിയൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. അപ്പം നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി വണ്ടിയിൽ കയറി മോളി വരെ എത്താൻ പാടാണ്ട് ഞങ്ങൾ ചെറുകെ നടന്നു കേട്ടോ. നമ്മൾ താഴെ ചെല്ലുമ്പോഴേ സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ല ഏകദേശം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് മേളിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ താഴെ നിന്ന് നമ്മൾ പത്തനംതിട്ട ജില്ലയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ഈ ചുട്ടിപ്പാറ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ പാറയുടെ മുകളിൽ ചെന്നാലും നമുക്ക് പത്തനംതിട്ട ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം ചെറുക സ്റ്റെപ്പുകളാണ്. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്, കുത്തനെ കയറ്റമായതുകൊണ്ട് സ്റ്റെപ്പും കൂടെ അപ്പം കയറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കയറി പോകാം. മുകളിൽ ചെന്ന് വെള്ളമൊന്നും നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ഞങ്ങൾ പോയത് ഈ ചൂടും വെയിലുള്ള സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അവളെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് കേട്ടോ തനുവിൻ്റെ കാര്യം. അവളാണെങ്കിൽ ഫുള്ള് താഴെ മുതൽ മുകളിൽ വരെ അവൾ നടന്നു കേട്ടോ. അവളെ എടുക്കാൻ അവൾ സമ്മതിച്ചതേ ഇല്ല. അവൾ നടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ മുകളിലെത്താൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുകയും ചെയ്തു കേട്ടോ. അവൾക്കൊരു ക്ഷീണവും ഇല്ലായിരുന്നു. അവൾ തന്നെ നടക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ഈ കയറി പോകുന്ന സ്റ്റെപ്പിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട്. ഇനി സംഭാവന ചെയ്തവരുടെ പേരാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഓരോ പേരുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റാൻഡ് കണ്ടോ, നമ്മുടെ ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ബസ്സുകളൊക്കെ കിടക്കുന്ന കാണുമ്പോഴേ ഈ കളിപ്പാട്ടം ചെറിയ വണ്ടികളില്ലേ, അതിങ്ങനെ അടുക്കി വെച്ചേക്കുന്ന പോലെ തോന്നും കേട്ടോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ ട്രാൻസ്ഫർ സ്റ്റാൻഡ് എല്ലാം നമുക്ക് മുകളിൽ നിന്ന് നല്ല പത്തനംതിട്ട ഫുള്ള് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറയുക, പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഫുള്ള് പരുന്താണ് കേട്ടോ. നമ്മൾ മേളിലോട്ട് ചെല്ലുന്തോറും നമുക്ക് ഈ പാറയ്ക്ക് ചുറ്റും ഇങ്ങനെ പരുന്തുകൾ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. ചെറിയൊരു സൗണ്ട് ഉണ്ട് കേട്ടോ, നമ്മുടെ വീഡിയോക്കകത്ത് വരും. കാരണം മുകളിലോട്ട് ചെല്ലുന്തോറും നല്ല കാറ്റാണ് കേട്ടോ. ആ കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത് ചെറുതായിട്ട്. ഞങ്ങൾ പാറയുടെ മുകളിൽ വന്നിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. എന്താ പറയുക, വന്ന് കണ്ടാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാകത്തുള്ളൂ കേട്ടോ. നമ്മൾ താഴേന്ന് വന്ന് ആ ക്ഷീണമൊക്കെ മുകളിൽ വരുമ്പോൾ മാറിക്കോളും കേട്ടോ. കാരണം ഭയങ്കര കാറ്റാണ്. മണ്ടേ വന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആ ചൂടും ഒന്നും അറിയത്തില്ല കേട്ടോ. ആ ക്ഷീണമൊക്കെ അങ്ങ് മാറും. കുറേ നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു അപ്പുപ്പൻകാവൊക്കെ ഉണ്ട് കേട്ടോ, അതുണ്ട്. പിന്നെ ഇവിടെ 3 പാറകളാണ്, ചേലവിരിച്ചാമ്പാറ, പുലിപ്പാറ, കാറ്റാടിപ്പാറ. ഈ 3 പാറകൾ ചേർന്നാണ് കേട്ടോ ചുട്ടിപ്പാറ. കാരണം ഇത് ഞങ്ങൾ താഴെ നമ്മൾ ആദ്യമേ ചെല്ലുമ്പോൾ ഒരു അമ്പലമൊക്കെ ഉള്ളൊരു പാറയാണ്, അവിടെ പോയുള്ളൂ. കാരണം മുകളിലോട്ട് പോകാൻ വേണ്ടി ഭയങ്കര പാടാണ് കേട്ടോ. കല്ലൊക്കെ കൊത്തി ചെറിയ സ്റ്റെപ്പുകളാക്കി അതേ കൂടെയൊക്കെ വേണം പോകാൻ വേണ്ടി മറ്റേ പാറയുടെ മുകളിലോട്ട്. കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോകാൻ പാടായതുകൊണ്ട് ഞങ്ങൾ പോയില്ല കേട്ടോ. പിന്നെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അമ്പലത്തിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ. അവരാരും അമ്പലത്തിൽ കയറി തൊഴുതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. എല്ലാവരും മണ്ടയിൽ വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി അത്ഭുതപ്പെട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് അവരിങ്ങനെ നടക്കുന്നു.
പെട്ടെന്നാണ് കേട്ടോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈ വെട്ടിച്ച് പോയി കുഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുത് കേട്ടോ. അതൊരു ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞത്. ഞങ്ങളും സത്യം പറഞ്ഞാൽ ആദ്യമേ ഈ കാഴ്ചകളിലേക്കോട്ടാണ് ഓടിപ്പോയത്. പക്ഷെ അവള് പോയി ഞങ്ങളുടെ കൈ വെട്ടിച്ച് പോയി അവിടെ ചുറ്റും പോയി തൊഴുത് കേട്ടോ. തിരുമേനി അവളെ അനുഗ്രഹിച്ച് നമ്മൾ അർച്ചനയും കാര്യങ്ങളും ഒന്നും അവിടെ ചെയ്തില്ല കേട്ടോ. എന്നിട്ട് തിരുമേനി അവൾക്ക് ഇലയിൽ ചന്ദനവും പിന്നെ ഭസ്മവും ഒക്കെ കൊടുത്തു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു നല്ല മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു അവിടെ പോയിട്ട്. പിന്നെ കുറേ നേരമൊക്കെ അവൾ വരുത്തേ ഇല്ലായിരുന്നു കേട്ടോ. അവിടെ തൊഴുത് ഞങ്ങളെ വിളിച്ചിട്ടൊക്കെ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്ന് അവിടെ നിന്ന് തൊഴുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ എവിടെയൊക്കെ ഇരുന്നു. പിന്നെ ചെറിയൊരു മഴക്കോളും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് വൈകിട്ടല്ലേ പോയത്. പിന്നെന്താ പറയാനേ, പിന്നെ രാമായണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള പാറയാണ് കേട്ടോ ഇത്. പിന്നെ അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് വനവാസകാലത്ത് ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയും കൊണ്ട് അവിടെ വരികയും അവിടെ വസിക്കുകയും ഒക്കെ ചെയ്തെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. കൂടുതൽ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. പിന്നെ ചേലവിരിച്ചാൻ പാറയെക്കുറിച്ച് ആ പേര് വന്നത് സീതാദേവി അച്ചൻകോവിലാറ്റി കുളിച്ചിട്ട് ആ പാറയെ കൊണ്ട് വിരിച്ചിട്ടു. അപ്പോൾ അതിന് ചേലവിരിച്ചാൻ പാറ എന്ന പേര് കിട്ടി. അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലത്തെ പാറലോട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയൊരു ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ വസിച്ച ഗുഹയൊക്കെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, കുഞ്ഞുങ്ങളെ കൊണ്ട് പോയോണ്ട്. നിങ്ങളിവിടെ വന്ന് കാണണം കേട്ടോ. കാണേണ്ട കാഴ്ചയാണ്, വ്യൂ പോയിന്റ് ആണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയുടെ നല്ല ഭംഗിയാണ്, കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ കാണാൻ ഒത്തിരി 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 വൈകിപ്പോയി കേട്ടോ. കാരണം ഞങ്ങൾ ഇറങ്ങിപ്പോകും തോറും ആൾക്കാരിങ്ങനെ സന്ധ്യയാകും തോറും ആൾക്കാരിങ്ങനെ വന്ന് കയറി വന്നുകൊണ്ടിരിക്കണം കേട്ടോ. തനി കരയുന്ന കണ്ടോ, അവളെ എടുത്തുകൊണ്ട് പോയേനെ അമ്പലത്തിൽ നിന്ന്. അങ്ങനെ ചെറുക മഴയൊക്കെ ചാറുന്നുണ്ട്, ചെറുക ഞങ്ങളെ പോവുകയാണ് കേട്ടോ. പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവരച്ഛനും മോനും സ്കൂട്ടിക്ക് പോയി, ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.